നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടിയെ രാജ്യസഭാ മെമ്പറാക്കി രാജ്യസഭയിലേക്ക് അയക്കണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു, അത് എങ്ങനെ മാറ്റിമറിക്കപ്പെട്ടു, ആ വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമ്മൾ നടക്കുമ്പോൾ ഒരു കാൽ മുന്നിലും മറ്റേ കാൽ പിന്നിലുമാണ്. അതുകൊണ്ട് മുന്നിലുള്ള കാലിന് അഭിമാനമോ പിന്നിലുള്ള കാലിന് അപമാനമോ ഉണ്ടാകുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മുന്നിലുള്ള കാല് നിമിഷ നേരം കൊണ്ട് പിന്നിലും പിന്നിലുള്ള കാല് നിമിഷ നേരം കൊണ്ട് മുന്നിലും വരുമെന്ന്. അങ്ങനെ 4 പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കരുത്തായ 2 കാലുകളാണ് മലയാള സിനിമയിലെ മമ്മൂട്ടിയും മോഹൻലാലും. കൂടാതെ അവരോടൊപ്പം നടന്നെത്തിയ സുരേഷ് ഗോപിയും. അവർക്ക് ചുമ്മാതാരം എടുത്തു കൊടുത്തതല്ല ഈ പദവിയും പ്രശസ്തിയും ഒക്കെ. അവരുടെ കഠിനാധ്വാനവും കഴിവും കൊണ്ട് അവർ തന്നെ സ്വന്തമായി നേടിയെടുത്തതാണ് ഈ സ്ഥാനങ്ങൾ. അവർ 4 പതിറ്റാണ്ടുകളായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ അവർ നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമായിരിക്കില്ലല്ലോ. ഫാൻസുകാർക്കുള്ളതുപോലെ വാശിയും വൈരാഗ്യമൊന്നും അവർ തമ്മിലില്ല. അതിനുദാഹരണമാണല്ലോ ഇപ്പോഴും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഇവർ 3 പേരും പരസ്പരം ചർച്ച ചെയ്യാറുമുണ്ട്. താൻ ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് മമ്മൂക്കയോട് അഭിപ്രായം ആരാഞ്ഞു എന്നുള്ളത് സുരേഷ് ഗോപി തന്നെ ഈയിടെ വെളിപ്പെടുത്തിയിരുന്നല്ലോ. ഒരിക്കൽ പാർവതി തിരുവോത്ത് മമ്മൂട്ടിയുടെ കസബ എന്ന ചിത്രത്തെക്കുറിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. സ്ത്രീവിരുദ്ധത കടന്നു വരുന്ന ഭാഗങ്ങളിൽ സംവിധായകരും എഴുത്തുകാരും അഭിനേതാക്കളും കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയാൽ നന്നായിരിക്കുമെന്നായിരുന്നു അതിന്റെ സൂചന. അതിനെതിരെ മമ്മൂട്ടിയെ ആക്ഷേപിച്ചു എന്ന തരത്തിൽ ഫാൻസുകാർ വലിയ സൈബർ ആക്രമണം അഴിച്ചുവിട്ടു. ഇവരെ ഇനി സിനിമാ രംഗത്ത് നിന്ന് പാടെ തുടച്ചു മാറ്റുമെന്ന് പലരും ധരിച്ചിരുന്നു. പാർവതി തിരുവോത്ത് അന്ന് വിദേശത്തായിരുന്ന മമ്മൂട്ടിക്ക് തന്റെ നിലപാടുകളെ കുറിച്ച് വ്യക്തമായ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. അവരുടെ വാട്സപ്പ് മെസ്സേജ് വായിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് മമ്മൂട്ടി പറയുകയുണ്ടായി, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും. അവരുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു എന്നും മമ്മൂട്ടി പറഞ്ഞു. മാത്രമല്ല, മമ്മൂട്ടിയുടെ പുഴു എന്ന സിനിമയിൽ അവരെ നായികയാക്കുകയും ചെയ്തു. പണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മമ്മൂട്ടി ആലോചിക്കാതെ എടുത്തുചാടി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞേനെ. പക്ഷേ ഇപ്പോൾ മമ്മൂട്ടിയുടെ സ്വഭാവത്തിൽ ഒരുപാട് പ്രകടമായ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നല്ല ഇരുത്തവും വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിയുന്നതും വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് മമ്മൂട്ടി ആഗ്രഹിക്കുന്നത്. മമ്മൂട്ടിയുടെ സഹപ്രവർത്തകരോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായത് കോവിഡ് കാലത്തായിരുന്നു. കോവിഡ് പിടിപെട്ട് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വിളി വരുന്നത് മമ്മൂട്ടിയുടേതായിരുന്നു. എന്നോട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് സുഖമായിരിക്കൂ, സന്തോഷമായിരിക്കൂ എന്ന് പറഞ്ഞ് ഒരുപാട് സ്നേഹം അദ്ദേഹം എനിക്ക് പകർന്നു തന്നു. പിന്നീട് മോഹൻലാലും എന്നെ വിളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മമ്മൂട്ടി ചെയ്യുന്ന പല ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചും നമുക്കെല്ലാം അറിയാവുന്നതാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള മമ്മൂട്ടിയെ രാജ്യസഭയിലേക്ക് രാജ്യസഭാ മെമ്പറാക്കി തിരഞ്ഞെടുക്കാൻ പിണറായി വിജയന് ഒരാഗ്രഹമുണ്ടായിരുന്നു. പിണറായിക്ക് മമ്മൂട്ടിയോട് പ്രത്യേക വാത്സല്യവും സ്നേഹവുമുണ്ട്. ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്ന ഈ കാര്യം ചിലർക്ക് വിശ്വാസയോഗ്യമായി തോന്നില്ല. എന്നാൽ സത്യത്തെ സ്വർണപാത്രം ഉപയോഗിച്ച് മൂടി വെച്ചാലും ഒരു നാൾ മറ നീക്കി പുറത്തു വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതൊരു പ്രകൃതി നിയമമാണ്. മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനം ചിലർ മണത്തെറിഞ്ഞു. അതവരെ അലോസരപ്പെടുത്തി. എന്നാൽ ഈ ഓഫർ മമ്മൂട്ടി സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. മമ്മൂട്ടി കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങൾ തുറന്നു പറയുന്നതുമായ ചുരുക്കം ചില സ്നേഹിതന്മാർ പാർട്ടിക്കുള്ളിലുണ്ട്. ഒരിക്കൽ മമ്മൂട്ടിയുടെ വിശ്വസ്തനായ ഒരു സ്നേഹിതൻ മുഖ്യമന്ത്രിയുടെ ചേംബറിലിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് അഭിമുഖമായിരിക്കുന്നു. അന്നത്തെ ഒരു പ്രധാന വിഷയം സംസാരിക്കാനായിട്ട് മമ്മൂട്ടിയെ ഫോൺ ചെയ്യുന്നു. മമ്മൂട്ടി ആ വിഷയത്തിൽ ശരിക്ക് പ്രതികരിക്കുന്നു. മുഖ്യമന്ത്രിയെ എന്തോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ സ്നേഹിതൻ ഫോൺ സംഭാഷണം സ്പീക്കർ ഫോണിലേക്കാക്കുന്നു. മമ്മൂട്ടി ഇതൊന്നും അറിയാതെ മുഖ്യമന്ത്രിയെ നിശിതമായി വിമർശിക്കുന്നു. എന്താണ് അദ്ദേഹം കാണിക്കുന്നത്? അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? ഇത് കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ
മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കുകയും മുഖ്യമന്ത്രിയുടെ മുഖത്ത് വലിയൊരു മാറ്റമുണ്ടായി. അത് കേട്ട് മുഖ്യമന്ത്രി വല്ലാതെ അസ്വസ്ഥനുമായി. മമ്മൂട്ടിയെ പറ്റി ആരും മോശമായിട്ട് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ആളാണ് മുഖ്യമന്ത്രി. അതിനുദാഹരണമാണല്ലോ ഒരിക്കൽ ഡൽഹിയിൽ കൈരളി ടിവിയുടെ ഒരു മീറ്റിംഗിൽ വെച്ച് ആരോ മമ്മൂട്ടിക്കെതിരെ സംസാരിച്ചപ്പോൾ പിണറായി ദേഷ്യത്തോടെ ഇരിടാവിടെ എന്ന് പറഞ്ഞത് നാം എല്ലാം ചാനലിലൂടെ കണ്ടതല്ലേ, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതുമല്ലേ. പിണറായി പിന്നെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആ സ്നേഹിതൻ വന്ന കാര്യം ഭംഗിയായി നിർവഹിച്ചു എന്നുള്ള സന്തോഷത്തിൽ മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് ഈ വിവരം മമ്മൂട്ടിക്ക് ആരോ ചോർത്തിക്കൊടുത്തു. മമ്മൂട്ടി ആകെ ഡെസ്പായി. താൻ വിശ്വസിച്ച സ്നേഹിതൻ തന്നെ ചതിച്ചു എന്നുള്ള വിവരം മമ്മൂട്ടി മനസ്സിലാക്കി. ഒട്ടും താമസിയാതെ മമ്മൂട്ടി തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ ചെന്ന് മുഖ്യമന്ത്രിയെ കാണുകയും താൻ അങ്ങനെ സംസാരിക്കാനുള്ള കാരണം വിശദീകരിച്ച് മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തി ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കുകയും സന്തോഷത്തോടെ പിരിയുകയും ചെയ്തു. ഞാനിവിടെ പറഞ്ഞ ഈ വിവരം പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കിടയിൽ പരസ്യമായ ഒരു രഹസ്യം കൂടിയാണ്. വീഴ്ചകൾ പലതും ഉണ്ടാകുന്നത് കാഴ്ചക്കുറവ് കൊണ്ടല്ല, മറിച്ച് അമിതമായി ഒരാളെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. തൽക്കാലം ഞാൻ നിർത്തുന്നു. വീണ്ടും അടുത്ത അനുഭവ കഥയുമായി എത്താം. നന്ദി, നമസ്കാരം.